ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? കുറേ ദിവസമായില്ലേ കണ്ടിട്ട്. ഇനി മാക്സിമം വീഡിയോസൊക്കെ ഇടാൻ വേണ്ടി നോക്കാം കേട്ടോ. ഇത് ആന്ധ്രയിലുള്ള വിജയവാഡ എന്നുള്ള സ്ഥലമാണ്. അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ പറഞ്ഞത്. പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇത് വിജയവാഡയിലെ ഒരു സ്റ്റേഡിയമാണ്, ഇന്ദിരാഗാന്ധി സ്റ്റേഡിയം. അപ്പോൾ ഇവിടെയാണ് ഞങ്ങൾ ഡെയിലി വാക്കിംഗ് എന്ന് വരുന്ന സ്ഥലം. ഡെയിലി എന്ന് പറഞ്ഞാൽ ഞാൻ ഡെയിലി ചിലപ്പോൾ വരാറില്ല, ഹസ്ബൻഡ് വരാറുണ്ട്. എന്നാലും ഞാൻ കുറച്ച് ദിവസമായിട്ട് ഡെയിലി വാക്കിംഗ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഇവിടുത്തെ ഹെൽത്തി ഫുഡുകളൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫുഡ് എന്ന് പറഞ്ഞാൽ ഹെൽത്തി ജ്യൂസസ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഡെയിലി ഇവിടെ നടക്കാൻ വരുന്ന സമയത്ത് ഞാൻ റാഗി ഉണ്ടല്ലോ, അതിൽ തൈരും ഇഞ്ചിയൊക്കെ അരച്ചിട്ട് ഒരു ജ്യൂസ് പോലെ കിട്ടും, ഞാൻ അത് കുടിക്കാറുണ്ട്. പിന്നെ ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസും കുട്ടികൾക്ക് പഠിപ്പിക്കുന്നുണ്ട്. ക്രിക്കറ്റ്, പിന്നെ അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ്, യോഗ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടമാണെന്ന് മാത്രമല്ല, നല്ല ഹെൽത്തിയാണ്. നടത്തൊക്കെ കഴിഞ്ഞ് ഇതുപോലെ ക്ഷീണമായിട്ടിരിക്കുമ്പോൾ ഒരു ഗ്ലാസ് കുടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഉഷാറായിട്ട് തോന്നാറുണ്ട്. അതിന് ശേഷം മാർക്കറ്റിലോട്ട് പോവാണ് കേട്ടോ, ഞാനും ഹസ്ബൻഡും കൂടിയിട്ട്. നല്ല കോടമഞ്ഞാണ്, കാരണം ഇത് രാവിലെയാണ്. പിന്നെ എൻ്റെ കോലം കണ്ട് ആരും ഞെട്ടരുതേ, കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ നടക്കാനൊക്കെ പോയി ക്ഷീണിച്ചിട്ടാണ് അങ്ങനെ മുടി ചപ്രപ്പറ ഇട്ടിട്ടിരിക്കണേ. അപ്പോൾ ഫിഷ് മാർക്കറ്റിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഫിഷ് മാർക്കറ്റാണ് ഇത്. അപ്പോൾ ഈ അമ്മാമ്മയായിട്ട് ഞാൻ കുറേ നേരം നിന്ന് വർത്താനം പറഞ്ഞു. ഇതുപോലെ നമുക്ക് ഫിഷൊക്കെ ഇവർ നന്നാക്കി തരും, എക്സ്ട്രാ പൈസ കൊടുക്കണം നന്നാക്കാൻ വേണ്ടിയിട്ട്. അതിപ്പോൾ ഏത് ഫിഷ് ആയാലും ഇവർ നന്നാക്കി തരും. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു വീടുകളാണ് കേട്ടോ ഇവരുടെ. ഇത് തൊട്ട് മുന്നിലെ മാർക്കറ്റ്, അതിൻ്റെ ബാക്കിലൊക്കെ ഇവരുടെ കുഞ്ഞു കുഞ്ഞു വീടുകളാണ്, ഇവരുടെ കുഞ്ഞു സ്വർഗം. അപ്പോൾ അതിലാണ് ഇവർ താമസിക്കുന്നത്. അത് താമസിക്കുന്നവർ ഇതുപോലെ അവരാരുടെ വീടിൻ്റെ മുന്നിലൊക്കെ ഇതുപോലെ കല്ലൊക്കെ ഇട്ടിരുന്ന് ഫിഷൊക്കെ നന്നാക്കി വൃത്തിയാക്കി കൊടുക്കുന്നതാണ് ഇവരുടെ ഒരു ജോലി. ഇത് മാത്രമല്ല, പല ജോലികൾക്ക് ഇവർ പോകുന്നുണ്ട്. അപ്പോൾ ഇവരുടെ മെയിനായിട്ട് ഞാൻ കാണുന്നത് ഇതാണ്. ഞാൻ കാണുന്നതല്ല, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ, ഇവിടെയൊക്കെ ഫുൾ അറ്റം വരെ ഇവരൊക്കെ വീട്ടിലുള്ള ഹസ്ബൻഡ്, വൈഫ്, കുട്ടികളടക്കം വീടിൻ്റെ മുന്നിലിരിക്കും. അപ്പോൾ എന്നിട്ട് ഈ ഫിഷ് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചവർ ചെന്നിട്ട് ഈ ഫിഷ് നന്നാക്കി, നമുക്ക് വേണമെങ്കിൽ ഇത് നന്നാക്കി വാങ്ങിക്കാം അവരുടെ കയ്യിൽ നിന്ന്. അതിന് എക്സ്ട്രാ 30 രൂപ കിലോ, 30 രൂപ, 25, 40, 50 അങ്ങനെ ഒരു റേറ്റാണ്. ഇതൊക്കെയാണ് ഇവരുടെ വീടുകൾ കേട്ടോ. എന്താ പറയുക, നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ അവരുടെ ജീവിതം ചിലപ്പോൾ അത്ര രസകരമായിരിക്കില്ല. പക്ഷെ കുഞ്ഞ വീടാണെങ്കിലും അവരെല്ലാവരും ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്, ഞാൻ ഇപ്പോഴും കാണാറ്. പിന്നെ കുറച്ച് വെജിറ്റബിൾസൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. ഈച്ചേനെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ചിരി വന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ, നല്ല ക്യാരറ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഹസ്ബൻഡ് ആ മാർക്കറ്റിൻ്റെ അടുത്ത് നിന്ന് എന്നോട് ഇങ്ങോട്ട് നേരെ കൊണ്ടുവന്നതാട്ടോ, റോഡ് ക്രോസ് ചെയ്തിട്ട്. ഇവിടെ വന്നപ്പോഴത്തേക്ക് നിറച്ച് ഈച്ച ഇറക്കണം. പിന്നെ ഒരു വീഡിയോ എടുത്തു തരുമോ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഹസ്ബൻഡ് കണ്ടില്ലേ, എന്ത് ഭംഗിയായിട്ടാണ് വിരൽ വെച്ചിട്ടൊരു വീഡിയോ എടുത്തു തന്നിരിക്കണേ. ഞങ്ങൾ കുളിച്ച് ഫ്രഷ് ആയിട്ട് ഇനി ക്ഷേത്രത്തിലോട്ട് പോവാണ്. മാർക്കറ്റിൽ പോയി വീട്ടിൽ വന്ന് കുളിച്ച് ഫ്രഷ് ആയതിന് ശേഷമാണ് കേട്ടോ ക്ഷേത്രത്തിലോട്ട് പോകുന്നത്. അപ്പോൾ കുറേ നേരമായിട്ട് ഞാൻ അങ്ങനെ പോസ്റ്റ് അടിച്ചിട്ട് നിൽക്കുക. കാരണം എന്താണെന്നറിയോ, ഈ ബിസിനസ് ചെയ്യുന്ന ആളുകൾ, അതുപോലെ ഇതുപോലുള്ള ചില പ്രൈവറ്റ് ജോലികളിലും ഉണ്ടായിരിക്കും, എപ്പോഴും ഫോണായിരിക്കും ഇവർക്ക്. ഒരു കോള് വന്നാൽ ഒരു കോള്, അടുത്ത കോള് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ കുറേ നേരമായിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ്. എന്നാൽ പിന്നെ നിങ്ങൾക്ക് തന്നെ ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റുകളും ഇവിടുത്തെ കുറച്ച് ചെടികളൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റ്. കുറേ വർഷം പഴക്കമുണ്ട് കേട്ടോ. 32 വീടുകൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. തെലുങ്കുമാർ മാത്രമല്ല, ആക്ച്വലി ഇവിടെ മറുവാടീസും ഇതിനകത്ത് താമസിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് കുറച്ച് പ്ലാന്റ്സൊക്കെ വാച്ച്മാനൊക്കെ പിടിച്ച് നട്ടിട്ടുണ്ട് കേട്ടോ. അതിൽ കുറേ മണി പ്ലാന്റൊക്കെ ഉണ്ട്. ഞാനിടയ്ക്ക് വന്നിട്ട് കുറച്ച് മണി പ്ലാന്റൊക്കെ പൊട്ടിച്ച് കൊണ്ടുപോകാറുണ്ട്. പക്ഷെ മണി മാത്രം വരുന്നില്ല. മണി പ്ലാന്റ് ആണെങ്കിൽ വലുതാവുന്നുമുണ്ട്. കണ്ടില്ലേ, കുറേ ഉണ്ട് കേട്ടോ. ആൾക്കാർ ഇവിടെയൊക്കെ വന്ന് പൊട്ടിച്ച് കൊണ്ടുപോകാറുണ്ട്, ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൽ ഉള്ളവർ തന്നെ. പിന്നെ ഞങ്ങൾ താമസിക്കുന്ന ഏരിയയിലൊക്കെ കുറച്ച് പഴയ അപ്പാർട്ട്മെൻറ്റുകളാണ്. അതായത് ഒന്നും പുതിയ അപ്പാർട്ട്മെൻറ്റുകളല്ല, എല്ലാം കുറച്ച് പഴയതാണ്. കണ്ടില്ലേ, ഇവിടെയൊക്കെ താമസിക്കുന്നത് പല മാർവാടീസും അങ്ങനെ കുറേ ആളുകളൊക്കെ താമസിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ സൗത്ത് ഇന്ത്യ മാത്രമല്ല, തെലുങ്കന്മാരും മാത്രമല്ല, നോർത്ത് നിന്ന് വന്നിട്ടുള്ളവരൊക്കെ താമസിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ക്ഷേത്രത്തിലോട്ട് പോകാമെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ കാല് കഴുകിയിട്ട് വേണം കേട്ടോ. ആന്ധ്രയിലുള്ള ക്ഷേത്രങ്ങളിൽ കാല് കഴുകിയിട്ടാണ് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലോട്ട് പ്രവേശിക്കുക. അപ്പോൾ ഇവർ പൂജകളൊക്കെ ആളുകൾ പുറത്ത് ചെയ്യുന്നുണ്ട്. അത് ഇവരുടെ വിശ്വാസമാണ്. ഇവർ കുറച്ചും കൂടി എക്സ്പ്രസ് ചെയ്യും ഇവരുടെ ഭക്തി. അത് എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ടൊക്കെ. പിന്നെ പ്രസാദമൊക്കെ കഴിച്ചു. പിന്നെ ഈ കാണുന്ന ഇതാണ് ഞങ്ങളുടെ ഗോഡൗൺ ആണ്. ഇത് ഒരുപാട് പഴക്കമുള്ള ഒരുപാട്
പഴക്കമുള്ള ഒരു 30 വർഷം 40 വർഷം അങ്ങനെയൊക്കെയുള്ള ഒരു വീടാണ്, പഴയ ഒരു വീടാണ്. അപ്പം ഞങ്ങൾക്ക് ഗോഡൗണായിട്ട് ഞങ്ങൾ എടുത്തിരിക്കുന്നതാണ്. ആ ഇരിക്കുന്നത് എൻ്റെ ഡാഡി കൂളാണ്, എൻ്റെ അച്ഛൻ. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വീഡിയോസും ബിസിനസ്സും കാര്യങ്ങളൊക്കെ പിന്നൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം. വീണ്ടും ഒരു വീഡിയോ എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് ഹസ്ബൻഡ് ഇതാ ഒരു വൃത്തിയില്ലാത്ത വീഡിയോ എടുത്തു. അവിടെ ഞങ്ങൾ അടിയായി പിണങ്ങി. എന്തൊക്കെയാലേ പിണങ്ങാനുള്ള കാരണങ്ങൾ. അപ്പോൾ വീഡിയോ എടുത്തു തരാൻ പറഞ്ഞാൽ ഹസ്ബൻഡിന് അങ്ങനെ ശരിക്കും എടുത്തു തരാൻ വേണ്ടിയിട്ട് അറിയില്ല. എന്നാൽ പിന്നെ ശരി, ഉള്ളതൊക്കെ വെച്ച് തട്ടിക്കൂട്ടാമെന്ന് വിചാരിച്ചു. പ്രസാദമൊക്കെ കഴിച്ച് ഇനി വീട്ടിലോട്ട് പോവാട്ടോ. ഇതൊക്കെ ഇൻഡിവിജ്വൽ ഹൗസസ് ഇവിടെ ഭയങ്കര കുറവാണ് ഞങ്ങൾ താമസിക്കുന്നിടത്തൊക്കെ. അപ്പോൾ ഞങ്ങളുടെ ഗോഡൗണിൻ്റെ ഓപ്പോസിറ്റ് കാണുന്നത് ഒരു ഇൻഡിവിജ്വൽ ഹൗസാണ്. പിന്നെ ഉള്ളതൊക്കെ ഫ്ലാറ്റുകളാണ്. വീട്ടിലേക്ക് വന്നപ്പോഴത്തേക്ക് എനിക്ക് വിശന്നു. കുറച്ച് ലേറ്റായിട്ടായിരുന്നു വന്നത്. അതായത് ഒരു കാലത്ത് പോയിട്ട് ഞാനിവിടെ എത്തുമ്പോൾ ഒരു 11:30 ആ ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്തെങ്കിലും ഒന്ന് ഓർഡർ ആക്കാമെന്ന് വിചാരിച്ചു. കാരണം ചെറിയ മോളിൽ നിന്നുണ്ട്, അവൾക്ക് ഇന്ന് ഹാഫ് ഡേ ഉള്ളൂ, അവൾ വരും. അപ്പോൾ ഇപ്പം എത്തും 11:30-ക്ക് ഡ്രൈവർ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഓട്ടോ ഡ്രൈവർ. അപ്പോൾ സാൻഡ്വിച്ച് വാങ്ങിയിട്ടാ, നമ്മുടെ ഗ്രിൽ ചിക്കൻ സാൻഡ്വിച്ച് നല്ല ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ സാൻഡ്വിച്ച്. അപ്പോൾ അതൊക്കെ കഴിച്ചു. പിന്നെ ഉച്ചത്തേക്കുള്ള വേഗം ഫുഡ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. കാരണം എന്താ വെച്ചാൽ ഹസ്ബൻഡ് എന്നെ വിളിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് അർജൻറ്റായിട്ടൊന്ന് പുറത്തോട്ട് പോകണം. അപ്പോൾ ഹസ്ബൻഡ് ഇങ്ങോട്ട് വരും വീട്ടിലോട്ട്. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ഇന്ന് വന്നിട്ട് പിന്നെ നമുക്ക് ഒന്ന് പുറത്തോട്ട് അർജൻറ്റായിട്ട് ഞങ്ങൾക്ക് പോകാനുള്ള ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുക്കറിലാണ് കൂടുതലും ബിരിയാണി വെക്കാറ് കേട്ടോ. അപ്പോൾ വീട്ടിൽ വന്ന് ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടു. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കറി പൗഡറും ഇതൊക്കെ മേലാവും. അതുകൊണ്ട് മോർണിംഗ് ഇട്ട അതേ ഡ്രസ്സ് തന്നെ എടുത്തിട്ടു. എന്നിട്ട് ഞാൻ എന്താ പറയുക, ഞാൻ അങ്ങനെ കുക്കറിൽ ഇങ്ങനെയാണ് വെക്കാറ്. അത്യാവശ്യം ടേസ്റ്റായിട്ട് കിട്ടാറുണ്ട്. പിന്നെ ചെമ്മീൻ കുറച്ച് ഗ്രേവി ആയിട്ട് വെച്ചു കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ ഗ്രേവി ഭയങ്കര ഇഷ്ടമാണ് ചെമ്മീൻ്റെ കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ലതായിരുന്നു, വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അതിൻ്റെ ഇടയിൽ അമ്മയ്ക്ക് കുറച്ച് ഒരു ലൈനിങ് തുണിയൊക്കെ വാങ്ങണം എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഞങ്ങൾക്ക് വാക്കിംഗ് ഡിസ്റ്റൻസ് ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനും ഭദ്രക്കുട്ടി വന്നിട്ടുണ്ടായിരുന്നു. ഭദ്രക്കുട്ടി കൂടിയിട്ട് അമ്മയും കൂടിയിട്ട് ഒന്ന് ഷോപ്പിങ്ങും കൂടി കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഷോപ്പിംഗ് എന്ന് പറയാൻ പറ്റില്ല, 1-2 ഒരു ലൈനിങ് തുണികൾ. പിന്നെ ഉണ്ണികൾ ഭക്ഷണം കഴിക്കുകയാണ്. ഈ ഭക്ഷണം കഴിക്കുന്ന വീഡിയോ അമ്മ എനിക്ക് എടുത്ത് അയച്ചത് എന്താണ്, ഈ ഭക്ഷണം കഴിക്കുന്നതൊക്കെ മുന്നേ തന്നെ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടിയിട്ട് തെന്നാലിയിലേക്ക് ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു സൈറ്റിൽ ഞങ്ങൾക്ക് വർക്ക് ഉണ്ട്. അപ്പോൾ അവിടേക്ക് അർജൻറ്റായിട്ട് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഡയറ്റാണ് എന്നൊക്കെ പറഞ്ഞാലും എന്ത് ചെയ്യാം, നമ്മളെ നശിപ്പിക്കുക ആരെങ്കിലുമൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ മതി. എന്നെ നശിപ്പിക്കുക എൻ്റെ ഭർത്താവ് തന്നെയുണ്ട്. നല്ല തെന്നാലിൽ നല്ല ഫിഷ് ഫ്രൈ കിട്ടും, നത്തോലി ഫിഷ് ഫ്രൈ കിട്ടും. നത്തോലി ഉണ്ടല്ലോ, അത് വറുത്തത് കിട്ടും, ഭയങ്കര ടേസ്റ്റാണെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. എനിക്കതൊന്നും അധികം വേണ്ട, 2-3 മതിയെന്ന്. പക്ഷേ ഇതിൻ്റെ പകുതി ഞാൻ തിന്ന് അവസാനിപ്പിച്ചു. അത്രയ്ക്കും ടേസ്റ്റായിരുന്നു. അയ്യോ, എനിക്കിപ്പോഴും വെള്ളം ഇറങ്ങണത് പറയുമ്പോൾ. പിന്നെ ചിക്കൻ പക്കോടി അതും ഉണ്ടായിരുന്നു കേട്ടോ, അതും വാങ്ങിച്ചു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് സമാധാനമായി വീട്ടിൽ പോകുമ്പോൾ ജിലേബി. ഇത് ശർക്കരയിൽ ഉണ്ടാക്കിയ ജിലേബി കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ്. ആന്ധ്രയിൽ ഇത് ഫേമസ് ആണ്. അപ്പുറത്ത് ഈച്ചയൊക്കെ ഇറക്കുന്നുണ്ട്, അതൊന്നും നോക്കണ്ട, സ്ട്രീറ്റ് ഫുഡിനൊക്കെ അത്ര തന്നെ ഉണ്ടാവുള്ളൂ. പിന്നെ വരുമ്പോഴത്തേക്ക് ഞങ്ങളൊരു കേക്ക് വാങ്ങിച്ചു. കാരണം ഇന്ന് അച്ഛൻ്റെ അമ്മയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറിയും കൂടി ആയിരുന്നു. ഇന്നല്ല, കഴിഞ്ഞു, മുന്നത്തെ വീഡിയോ ആണ്. അപ്പോൾ ഞങ്ങൾ വരുമ്പോൾ ലേറ്റായി. സാധാരണ ലേറ്റല്ല, ഒരുപാട് അങ്ങ് ലേറ്റായി. അപ്പോൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ണികളെയൊക്കെ കുത്തി എഴുന്നേൽപ്പിച്ചതാണ്. അവരെ അങ്ങനെ എഴുന്നേൽപ്പിച്ച്, ഒരാൾക്ക് ഉറക്കപ്പിച്ചൊക്കെ ആയിരുന്നു, എഴുന്നേൽപ്പിച്ച് എങ്ങനെയൊക്കെയോ കേക്ക് കട്ട് ചെയ്തു. അങ്ങനെ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഒരു ദിവസം. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.